ഗ്രാമപഞ്ചായത്ത് സൗഹൃദ കൂട്ടായ്മ 2025 ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാകായികമേള 12-ാം തീയതി ബുധനാഴ്ച കുഴുപ്പള്ളി ഓസ്റ്റിൻ ഹാളിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിബിൻ KS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണൻ MP, MM പ്രമുഖൻ, വിപിന അനീഷ്, നിസരി സുകേഷ്, ബീന ദേവസി, സബിത ആരോഷ് എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ജിയോ ജോസഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സിനി ജെയ്സൺ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KS നിബിൻ, പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള 10-ാം വാർഡ് മെമ്പർ ശ്രീമതി ബീന ദേവസി, 13-ാം വാർഡ് മെമ്പർ ശ്രീമതി വിപിന അനീഷ്, കൂടാതെ അംഗൻവാടി ടീച്ചർമാർ, നമ്മുടെ ICDSൻ്റെ വൈപ്പിൻ മേഖലയുടെ ശ്രീമതി റോഷ്നി, കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, അവരുടെ രക്ഷകർത്താക്കളെ, ഭിന്നശേഷി എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം പലതരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചില വൈകല്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അതൊന്നും വലിയൊരു കുറവായി ഞങ്ങളാരും കാണുന്നില്ല. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിവുകൾ ഈ സമൂഹത്തിന് മുമ്പാകെ പ്രദർശിപ്പിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരം എന്നുള്ള നിലക്കാണ് ഇത്തരത്തിലുള്ള പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ജന്മനാ ലഭിച്ചിരിക്കുന്ന കുറവുകൾ നമ്മൾക്കൊരു ശാപമല്ല, അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. എല്ലാവരുടെയും നമ്മൾക്ക് ഏറെക്കുറെ കുറവുകളുണ്ടെങ്കിലും ഒരു പോരായ്മ ഇല്ലാത്തവരെക്കാൾ ഉപരി നല്ല ബുദ്ധിയോടും സാമർത്ഥ്യത്തോടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓരോ കലാരംഗങ്ങളിലും നമുക്കറിയാം, വെപ്പുകാർ വെച്ച് നൃത്തലോകത്തെ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സുനിത മിത്രൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിനും അവയവങ്ങളൊന്നും നഷ്ടപ്പെടാത്ത അവസ്ഥയിൽ പോലും ഒരു കലാരംഗത്തും നമ്മൾക്ക് എത്തിപ്പെടാത്ത എത്രയോ വ്യക്തികളാണ്, പൂർണ്ണരായിരിക്കുന്ന പല വ്യക്തികളും. എങ്കിൽ പോലും ഈ കുട്ടികളുടെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി നമ്മുടെ പഞ്ചായത്ത് ഈ കുട്ടികളോടൊപ്പം അവർക്ക് എത്രയേറെ ഏതെല്ലാം തലത്തിൽ അവരെ എത്തിക്കാൻ പറ്റുമോ ആ തലത്തിലെല്ലാം എത്തിക്കാൻ എല്ലാവിധ സപ്പോർട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ട്. ICDS സൂപ്പർവൈസറിനെ അപേക്ഷിച്ച് അറിയാം, പല പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ കാര്യങ്ങളിലും അവർക്ക് എവിടെയെല്ലാം എന്തെല്ലാം കലാരംഗങ്ങളുണ്ടോ അവിടെയെല്ലാം ഒന്നും ഏറെക്കുറവുകൾ വരുത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നതാണ് ഭരണസമിതിയുടെയും നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ICDS സൂപ്പർവൈസറിനോടും അംഗൻവാടി ടീച്ചർമാരോടും പറയാനുള്ളത്. നമ്മുടെ പ്രസംഗം പ്രസംഗിക്കുന്ന ആൾക്ക് മാത്രമാണ് കൂടുതലും ഇഷ്ടം. പക്ഷെ എന്നാലും ഇടയ്ക്കായി കേൾക്കണം, നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ടോ. എന്താണെന്നറിയോ, നല്ല നല്ല കുറേ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, നല്ല അറിവുകൾ ഉണ്ടാവും. അതുവഴി നല്ല പ്രാസംഗികരായ നിങ്ങളിൽ കുറേ പേരൊക്കെ മാറും. അപ്പോൾ എന്തായാലും നമ്മളുടെ സദസ്സ് ഒരല്പം ശുഷ്കമാണ്. അത് എന്തൊക്കെ നമ്മൾ കാരണങ്ങൾ പരീക്ഷ എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊട്ടും ആഗ്രഹിക്കുന്ന ഇത്തരത്തിലൊരു സദസ്സല്ല. കാരണം ഭിന്നശേഷി കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർ തന്നെയാണ്. അവർ നമ്മളെക്കാളും അല്ലെങ്കിൽ എന്നേക്കാളും എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. നമ്മൾ കൈയുണ്ട്, കൈകാലുകളുണ്ട്, മറ്റ് കണ്ണുകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പലതും ചെയ്യാൻ കഴിയാത്ത ആളുകളാണ്. പക്ഷെ ഇതിലൊക്കെ ചില കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്
ഒരുപാട് നേട്ടങ്ങൾ കഠിന പ്രയത്നത്തിലൂടെ കൈവരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഹീറോസ്. യാതൊരു സംശയമില്ല. കോസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ട് ഒരാളുണ്ടായിരുന്നു, ഡാൻസൊക്കെ കളിക്കാനുണ്ട്, ഇത്ര നേരം ഫ്രണ്ടിൽ കണ്ടിരുന്നു, പാട്ട് പാടാൻ തയ്യാറായിട്ടിരിക്കണം. നമ്മളുടെ കുടിപ്പള്ളിയിൽ തന്നെ നമുക്കറിയാം നിരവധി കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. അതുപോലെ എല്ലാവർക്കും അത്തരത്തിൽ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പരിപോഷിക്കപ്പെടണമെങ്കിൽ പണ്ട് കാലത്ത് വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി അവരുടെ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ അവർ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് നമ്മളുടെ സർക്കാർ ഇത്തരത്തിലുള്ള ഭിന്നശേഷി കുട്ടികൾക്കും ഈ ലോകത്തിൽ തുല്യമായ അവകാശമുണ്ട്. അവർക്കും ഇവിടെ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ കഴിയണം. അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യേണ്ടത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും, കുറച്ച് മാതാപിതാക്കളുണ്ടെങ്കിലും ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിട്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അക്കാര്യത്തിന് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അവർ പുറത്തേക്ക് ഇറങ്ങിയേ മതിയാവും, അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചേ മതിയാവും, അവരുടെ കഴിവുകൾക്ക് ആ കഴിവുകൾ വികസിപ്പിച്ചേ മതിയാവും. ഒരുപാട് പേരില്ല അങ്ങനെ കഴിവുകൾ തെളിയിച്ച വയസ്സിൽ കുറേ ആളുകളുടെ കാര്യം സൂചിപ്പിച്ചു. നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞു പോകുന്നതാണ്. എല്ലാവരും ഈ പരിമിതികളെ നമ്മളെ കാര്യമാക്കാതെ ഒരുപാട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ശ്രീ KS നമുക്ക് സ്വാഗതം പറഞ്ഞ നാഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP രാമകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ശ്രീമതി സവിത രഘുഷ്, നിസിരി സുരേഷ്, ബീന ദേവസിംഗ്, ബിബിന അനീഷ്, ICDS സൂപ്പർവൈസർ ജിയ ജോസഫ്, പ്രിയപ്പെട്ട അംഗനവാടി ടീച്ചർമാരെ, വിദ്യാർത്ഥികളെ, രക്ഷാകർത്താക്കളെ, നമ്മുടെ എല്ലാ വർഷവും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നടത്താറുണ്ട്. അവിടെയെല്ലാം വലിയ സന്തോഷത്തോടുകൂടി പരസ്പരം സംസാരിച്ചും കളിച്ചും ചിരിച്ചും നമുക്ക് ഒരു ദിവസം പ്രയോജനപ്പെടുത്താൻ കഴിയാറുണ്ട്. നമ്മളിലുള്ള കലാവാസനകൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരമായിട്ട്, കലാപരമായിട്ടും മറ്റ് ഇതര കഴിവുകൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ നമ്മുടെ കൂട്ടുകാരെ കിട്ടുന്നൊരു ദിവസമായിട്ടാണ് നമുക്കതിനെ മാറ്റാൻ കഴിയുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇവിടെല്ലാം പഞ്ചായത്ത് ചെയ്യുന്നത്. ഇതേപോലെയുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കളെ പോലെ തന്നെ പൊതുസമൂഹത്തിനും ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതേപോലെയുള്ള മേളകൾ, ഇതേപോലെയുള്ള പരിപാടികൾ നമ്മൾ നടത്തുന്നത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ മനോഹരമായ കലോത്സവം വിജയകരമായി നടത്തുന്നതിനേക്കായി പങ്കുചേർന്ന എല്ലാ കുട്ടികൾക്കും, രക്ഷിതാക്കൾക്കും, അധ്യാപകർക്കും, സംഘാടകർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു പുൽപ്പള്ളി പഞ്ചായത്തിന്റെ എനിക്ക് കിട്ടിയ സപ്പോർട്ട് പ്രത്യേകം ഈ വേദിയിൽ ഞാൻ പറയുകയാണ്. എന്നെക്കാളും കൂടുതലായിട്ട് ഒരു എൻകറേജ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്. പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാ മെമ്പർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണം, ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് എല്ലാവിധ സപ്പോർട്ടും പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ പഞ്ചായത്തിലെ ഓരോ മെമ്പർമാരെയും, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് എല്ലാവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. നമുക്ക് അടുത്ത വർഷവും ഇതേപോലെ ഭംഗിയായിട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരണം. കൂടുതൽ മനോഹരമായിട്ട് ഓരോ വർഷവും നമുക്ക് കലോത്സവം കൊണ്ടാടണം. അപ്പം അതിൻ്റെ ഏറ്റവും വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരാണല്ലേ. നിങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ഉൾക്കൊള്ളിച്ച് മനോഹരമായ രീതിയിൽ നമുക്ക് നടത്താം. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാൻ പഞ്ചായത്തിലെ
കുഴുപ്പള്ളി പഞ്ചായത്തിലെ എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം നടത്താൻ നമ്മളെ സഹായിച്ച അംഗൻവാടി ടീച്ചർമാർ, ഓരോ അംഗൻവാടി ടീച്ചേഴ്സും നിങ്ങളുടെ ഏരിയയിലുള്ള അവരെ അറിയിക്കുകയും ഇന്ന് നടക്കാൻ പോകുന്ന ഓരോ പ്രോഗ്രാമിനും അവരെ പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ എന്നെ സഹായിച്ച ഓരോ അംഗൻവാടി ടീച്ചർമാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളാണ്, കുട്ടികളും രക്ഷിതാക്കളും എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക. ഇന്ന് നിങ്ങളൊക്കെ ആഘോഷിക്കാൻ നിങ്ങളുടെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുകൂടാതെ നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കുമാർ ലൈറ്റ് ആൻഡ് സൗണ്ട്. അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് ഈ മനോഹരമായ ഓഡിറ്റോറിയം അറേഞ്ച് ചെയ്ത് തന്ന സെന്റ് ഓസ്റ്റിനിലെ അച്ഛനെയും ബാക്കി ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റി അവരെയൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമുക്ക് വേണ്ടി ഇത് ഹോള് വേണമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. ബാക്കി പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാം ചെയ്തു തന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്ന അവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇന്ന് അവർക്കും കൂടെ ഞാൻ ഈ വേദിയിൽ നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും നിങ്ങളിന്ന് ആഘോഷമാക്കുക. നിങ്ങളുടെ ദിവസമായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക. നിങ്ങളൊന്നും വിചാരിക്കേണ്ട, പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഞങ്ങൾ കഴിയുന്ന രീതിയിൽ മികച്ച രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത തവണ നമുക്ക് ഇതിലും മികച്ച രീതിയിൽ നടത്താം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്